ദുരന്തത്തിന്റെ പിറ്റേന്നാൾ ഇവിടെ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ കാര്യമായ ആൾത്തിരക്കില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ഒരു തീവണ്ടി വരുന്ന സമയത്ത് മാത്രമാണ് ഒരു തിരക്കുള്ളത്. ഇന്ന് കാര്യങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന റെയിൽവേ സംവിധാനങ്ങൾക്ക് ഇന്നലെ അത് സാധിച്ചില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് വീഴ്ചയാണോ അതല്ല പരിമിതിയാണോ റെയിൽവേയുടേത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പി ബസന്ത് എനിക്കൊപ്പം വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലുകളുണ്ട്. പരിമിതിയാണോ യഥാർത്ഥത്തിൽ? റെയിൽവേ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്ക് ഇന്ത്യയുടേതാണ്. ഇന്ത്യക്ക് പ്രത്യേകമായി റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ക്രൗഡ് അല്ലെങ്കിൽ വലിയ തോതിലൊരു ജനക്കൂട്ടം ഒരു സ്ഥലത്തേക്ക് ഒഴുകുന്നു എന്നുള്ളത്, അതിനെന്ത് ചെയ്യണം, അത് മാനേജ് ചെയ്യാൻ, അത് മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് റെയിൽവേ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതായത് വളരെ കൃത്യമായി പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്ന്. അതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. രണ്ട്, ഇതിൻ്റെ പരിമിതികളാണ്. അതായത് കൂടുതൽ റേക്കുകൾ വേണം, കൂടുതൽ എഞ്ചിനുകൾ വേണം, കൂടുതൽ തീവണ്ടി സർവീസുകൾ തുടങ്ങാൻ ഇവയൊക്കെ ആവശ്യമാണ്. ഇത് റെയിൽവേക്ക്, ഇന്നത്തെ റെയിൽവേക്ക് പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുന്ന വാർത്ത ഈ മഹാകുംഭമേളയുടെ സമയത്ത് നമ്മൾ കേൾക്കുന്നത് രണ്ടാം തവണയാണ്. ആദ്യം അപകടം സംഭവിച്ചു, ആരും മരിച്ചിട്ടില്ല എന്ന് ആദ്യം പറയുന്നു. മരണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. വൈകിട്ടാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നത്. പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചപ്പോഴാണ് മരണം സംഭവിച്ചെന്നുള്ളത് മനുഷ്യർ അറിയുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഇന്നലെ രാത്രി 9:55 ഈ കൊണാട്ട് പ്ലേസിൽ നിന്നൊക്കെയുള്ള ഫയർ എഞ്ചിനുകൾ ഇവിടത്തേക്ക് വന്നു. പക്ഷേ 11 മണിക്ക് റെയിൽവേ പറയുന്നത് സ്റ്റാമ്പേഡ് ഉണ്ടായിട്ടില്ല, റൂമർ ആണെന്നാണ്. എന്താണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമല്ലേ നടന്നത് ജനങ്ങളോട് പറഞ്ഞുകൂടെ? തീർച്ചയായും അതൊരു വലിയ ഘടകം തന്നെ. ഇന്നലെ 11:11 ഔദ്യോഗികമായിട്ട് വാർത്താ ഏജൻസി റെയിൽവേയെ ഉദ്ധരിച്ച് പുറത്തുവിടുന്ന വാർത്താക്കുറിപ്പെന്ന് പറയുന്നത് ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായിട്ടില്ല, അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ്. പക്ഷേ ഇന്നലെ രാത്രി 10 മണി മുതൽ തന്നെ മൃതദേഹങ്ങൾ എത്തിത്തുടങ്ങി, പരിക്കേറ്റവരെയും കൊണ്ടുള്ള ആംബുലൻസുകൾ വന്നു തുടങ്ങി എന്ന് LNJPയുടെ ഹെഡ് നേഴ്സ് പറയുന്നുണ്ട്. 3 പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് പോകേണ്ടവർ ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്നിച്ചു കൂടി എത്തിയപ്പോൾ ഉണ്ടാകുന്ന ആ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ റെയിൽവേയുടെ സംവിധാനം പരിമിതമായിരുന്നു, അല്ലെങ്കിൽ അത് വിജയിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും 40 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന മഹാകുംഭമേള എന്നാണ് പൊതുവെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഏതാണ്ട് നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ 1/3 വരുന്ന ആളുകൾ എത്തുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സംവിധാനങ്ങൾ മതിയോ എന്ന ചോദ്യമുണ്ട്. എന്തായാലും മരണപ്പെടുന്നതൊക്കെ അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് മരിച്ചു പോകുന്ന ജനങ്ങൾ ഏറ്റവും സാധാരണക്കാരായ വിശ്വാസികളും, ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക്, ബീഹാറിലേക്കും അതിനപ്പുറത്തേക്കൊക്കെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ നിന്ന ആളുകളാണ്. ഒരുപാട് ദിവസങ്ങൾ, മാസങ്ങളൊക്കെ ഡൽഹിയിൽ പണിയെടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ച ആളുകൾ. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയേ തീരൂ, അതിനുള്ള ഇടപെടൽ ഉണ്ടായേ തീരുള്ളൂ. പി ബസന്തിനും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.